ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് നമ്മൾ പറയുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണ്. പിന്നെ മഞ്ജു വാര്യർ. ഇവർ രണ്ടുപേർക്കും ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു കാലം പഴകും തോറും സൗന്ദര്യം കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്ന പോലെ മമ്മൂക്കയും ഇപ്പുറത്തെ സൈഡ് മഞ്ജു വാര്യരും ഇത്രയും സുന്ദരന്മാരും സുന്ദരിയായിട്ട് നിൽക്കുന്നത്? ബേസിക്കലി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ദിനചര്യ, നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഉം. അതിലൊരു ബേസിക്കലി നമ്മളുടെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് എക്സസൈസ്. ഉം. നിർബന്ധമായിട്ടും ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും ഉം. ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. ഉം. എക്സസൈസ് ഇൻ ദ സെൻസ് എന്താണ്? വെയിറ്റ് ട്രെയിനിങ് ആണ്. അതായത് ഓക്കെ. നിങ്ങളുടെ മസിലിനെ ടോൺ ചെയ്യണം എന്നുള്ളതാണ്. ഉം. ലോകം മൊത്തം ആ ഒരു കോൺസെപ്റ്റിലോട്ട് പോവാണ്. അതായത് അതെ. നമ്മളുടെ മസിൽസിന് എത്രത്തോളം വോളിയം ഉണ്ട്, ഉം. അതായത് ഇപ്പം പുരുഷനായാൽ ഉം. പുരുഷന്റെ മസിൽസ് വളരും, ഉം. സ്ത്രീകളായാൽ ആ വോളിയം നന്നാവും, ഉം. മെയിൻറ്റെയിൻഡ് ഉം. ആവും എന്നുള്ളതാണ്. ആ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴെന്താണ് ഉം. നിങ്ങളുടെ ചുറ്റുമുള്ള മാംസവും അതുപോലെ സ്കിന്നും അവിടെ ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ്. ഉം. സോ ഇഫ് യു ആസ് മീ, ഉം. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉം. പറയും ഈ ലോകത്ത് ഏറ്റവും ചെലവില്ലാത്തതും ഉം. ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. സോ ബേസിക്കലി എക്സസൈസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷെ ഘടകം. അതെല്ലാവർക്കും മടിയാ. മടിയാണ്. ഈ ഉം. രണ്ടു പേരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഉം. എക്സസൈസ് ഇസ് എ മസ്റ്റ് വൺ. ഉം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ. ഈ ഉം. ലൈഫ് സ്റ്റൈൽ അതായത് അവരുടെ ഭക്ഷണ ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റ്സ് ഉം. എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളതാണ്. ഉം. പിന്നെ മൂന്നാമത് നിർബന്ധമായിട്ടും സപ്ലിമെൻറ്റ്സ്. ഓക്കെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ സാധനവും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടണം എന്നില്ല. ഉം. സോ അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എത്രത്തോളം ഉം. കൊടുക്കുന്നു അത്രത്തോളം നമ്മളുടെ പ്രായത്തിന് നമുക്കൊരു പരിധി വരെയെങ്കിലും പിടിച്ചു നിർത്താനാവും എന്നുള്ളതാണ്.